ആനയില്ലാതെ എന്താനക്കാര്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആനപ്രേമികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ആനക്കാഴ്ചകളും. അതെ, 5 സംവത്സരങ്ങൾക്ക് മുമ്പ് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും ഉരുവം കൊണ്ട ഈ ആനക്കാഴ്ചയെ E4 എലിഫൻറ്റിനെ ഇത്രത്തോളം എത്തിച്ചത് തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണയും പ്രോത്സാഹനവും തന്നെയാണ്. ഞങ്ങളുടെ അറിവില്ലായ്മകളെ സദയം ക്ഷമിച്ചും ഞങ്ങളുടെ അധികപ്പറ്റുകളുടെ ചെവിക്ക് പിടിച്ച് ചെറുതായി തിരുമ്മിവിട്ടും ഞങ്ങളുടെ കൊച്ചു കൊച്ചു തമാശകളും താരതമ്യങ്ങളും ആനച്ചിന്തകളും നന്നാവുമ്പോഴൊക്കെ മനസ്സ് തുറന്ന് പ്രോത്സാഹിപ്പിച്ചും ഞങ്ങളെ ഇവിടെ വരെ എത്തിക്കുന്നതിൽ ആനപ്രേമികളായ പ്രേക്ഷകർ വഹിച്ചിട്ടുള്ള പങ്ക് എന്നെന്നും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആന എന്ന 2 അക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്തും ആനകളുടേതു മാത്രമായ അത്ഭുത പ്രപഞ്ചത്തിലേക്ക് സ്വന്തം ദിനരാത്രങ്ങളെ തന്നെ സന്നിവേശിപ്പിച്ചും ജീവിതത്തിൻ്റെ രസം തേടുന്ന, രസം പകരുന്ന യഥാർത്ഥ ആനപ്രേമികൾ. അവരെന്നും ഞങ്ങളുടെ സഹായികളും വഴികാട്ടികളുമായിരുന്നു. അങ്ങനെ ഒരു ആനപ്രേമി ആനകളെ മാത്രമല്ല, ആനയെയും ആനക്കാരെയും വാദ്യകലാകാരന്മാരെയും എല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന, അറിഞ്ഞാദരിച്ചിരുന്ന ഒരു ഉത്സവപ്രേമി. അതായിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശി വിനയൻ. ആന ഉണ്ടില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും തരക്കേടില്ല. എൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിൻ്റെ നേരത്ത് നെറ്റിപ്പട്ടം കെട്ടാൻ അതുണ്ടായാൽ മാത്രം മതിയെന്നും ആനയുടെ കഴുത്ത് ഞെരിഞ്ഞൊടിഞ്ഞാലും വിഷമമില്ല, എഴുന്നള്ളത്ത് കഴിയും വരെ അവൻ മറ്റെല്ലാറ്റിനും മേലെ തല പൊക്കിപ്പിടിക്കണമെന്നും മാത്രം ചിന്തിക്കുന്ന കണ്ടാംഗ്രിസ് ആനപ്രേമികളിൽ ഒരുവനായിരുന്നില്ല വിനയൻ. മറിച്ച് കയ്യിൽ നിന്ന് കാശ് മുടക്കി ആനയ്ക്കും ആനക്കാരനും ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ തക്ക സന്മനസ്സുള്ള, എവിടെയെങ്കിലും ഒരു ആന കൈവിട്ടെന്ന് കേട്ടാൽ ആ നിമിഷം അവിടെ പറന്നെത്തി അതിനെ തളയ്ക്കുന്നതിന് പാപ്പാന്മാരെ സഹായിക്കുവാൻ വരെ മനസ്സുണ്ടായിരുന്ന യഥാർത്ഥ ആനപ്രേമി. പോയ വർഷത്തെ തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിനിടെ ഉത്സവത്തിൻ്റെ തലേന്നാൾ സ്വന്തം കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമൊപ്പം ആനകളെ കണ്ടും ആനക്കാരോട് കുശലം പറഞ്ഞും നടന്ന വിനയൻ പിറ്റേന്ന് രാവിലെ ഹൃദയാഘാതം മൂലം മരണമടയുകയായിരുന്നു. ഞങ്ങളുടെ അഭ്യുദയകാംക്ഷിയും ആത്മമിത്രവുമായിരുന്ന വിനയൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം. വിനയൻ്റെ സ്നേഹസ്മരണകൾക്ക് മുന്നിൽ, വിനയനെപ്പോലുള്ള യഥാർത്ഥ ആനപ്രേമികളുടെ സന്മനസ്സുകൾക്ക് മുന്നിൽ സവിനയം സമർപ്പിക്കട്ടെ തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം. നമ്മൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ സേവാ സംഘം അല്ലേ? അത് ഈ തൃപ്പൂണിത്തുറ നമ്മൾ വൃശ്ചികോത്സവത്തിൻ്റെയും തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു സംഘമെന്ന് തന്നെ നമുക്കതിനെ വിലയിരുത്താം. ഞങ്ങളാണ്. അതെ അതെ. അപ്പോൾ ഇതിന് നമ്മൾ ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഈ വൃശ്ചികോത്സവത്തിൻ്റെ ഒരു ഐതിഹ്യം അതെന്തായിരിക്കും? വൃശ്ചികോത്സവം അതിപുരാതനമായ കാലം തൊട്ട് നൂറ്റാണ്ടുകളായിട്ട് 15 ആനകളോടുകൂടി ഭംഗിയായിട്ട് നടന്നു വരുന്ന ഒരു ഉത്സവമാണ്. മഹാരാജാക്കന്മാരുണ്ടായിരുന്ന കാലം മുതൽ വൃശ്ചികോത്സവം ഇതേ പ്രൗഢിയോടും ഗാംഭീര്യത്തോടും കൂടിയാണ് നടന്നു വരുന്നത്. അതിൻ്റെ ആ തനിമ കൈവിടാതെ എല്ലാ വിധത്തിലും അതേ വിധത്തിൽ തന്നെ നടത്തി വരാൻ സേവാസംഘം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ ആനകൾക്ക് ഭയങ്കര പ്രാധാന്യം. കാരണം ഇവിടുത്തെ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരമുള്ള ശിവേലി നടക്കുന്നത് ആനപ്പുറത്ത് തന്നെയാണ്. ആനയിലെ ഇവിടെ ശിവേലി നടക്കില്ല. നടക്കില്ല. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് നിത്യശിവേലിക്ക് ആനകൾ ഉപയോഗിക്കുന്നത്. വളരെ രാജാക്കന്മാരുടെ കാലം തൊട്ടേ 15 ആനപ്പുറത്ത് ശിവേലി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. അത് കേരളത്തിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ആനയെ സെലക്ട് ഈ 15 ആനകൾ എന്നുള്ളത്? ഈ ഒരു 15 ആനകളിൽ ഇടം പിടിക്കാനായിട്ട് കേരളത്തിലെ ഏതൊരു ആനയുടമയും തയ്യാറാക്കപ്പെടുന്ന കാര്യം. നമ്മളത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മാനദണ്ഡം അങ്ങനെ ഉയരത്തിനാണോ ആനയുടെ ഭംഗിക്കാണോ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ പ്രധാന മാനദണ്ഡം? നമ്മൾ കൂടുതലും ആനയുടെ ഭംഗിക്കും ചിട്ടയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. കാരണം തൃപ്പൂണിത്തുറ അമ്പലത്തിൽ നടക്കുന്ന മാതിരി ചിട്ടയായിട്ടൊരു ഉത്സവം വേറെ അമ്പലത്തിൽ വളരെ അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ അവിടെ പുറത്തുനിന്ന് വരുന്ന ആനകൾക്കാണെങ്കിൽ തന്നെ ഇവിടുത്തെ ചിട്ടയാണ്. പിന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ പ്രത്യക്ഷ ഭഗവാൻ ആനയുടെ മുകളിൽ ചാടിക്കളിക്കുന്നത് കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ടാണ് ആനയുടമകൾക്ക് ഇവിടെ എഴുന്നള്ളിക്കാൻ ഒരു വേണം എന്ന് പറയുന്നത്. അതെ അതെ. പണ്ട് കാലത്താണെങ്കിൽ ഒരു റേറ്റോ ഇല്ലെങ്കിൽ ഒരു നിരക്കോ ഒന്നുമില്ല. അതൊരു വഴിപാട് പോലെ അവർ സമർപ്പിക്കുകയാണ്.